ഇപ്പോൾ ഫുട്ബോൾ പ്രേമികളും അല്ലാത്തവരും നേരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നുണ്ട്. ലോകകപ്പ് മത്സരത്തിന് അമേരിക്കയുടെ മണ്ണിൽ ബൂട്ട് കെട്ടി ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിറങ്ങുന്ന ഇറാൻ ടീമിനെ. മാസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുഎസിന്റെ മണ്ണിൽ ഇറാൻ താരങ്ങൾ എത്തുന്നത്. വിനോദ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, കളിക്കളത്തിന് പുറത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം, അതിപ്പോൾ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കളിക്കളത്തിൽ എന്ത് പ്രതീക്ഷിക്കണമെന്നുള്ള ആദ്യത്തെ ചോദ്യം. ഈ മത്സരത്തിന് ഫിക്സ്ചർ വന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഈ മത്സരമാണ്. ആ മത്സരമാണ് ഉടൻ നടക്കാൻ പോകുന്നത്. ആ സാഹചര്യമുണ്ട്. കൂട്ടത്തിലാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വിലയിരുത്തണം മത്സരം? ഹരി, 106 ദിവസത്തെ അമേരിക്കൻ ഇറാൻ സംഘർഷം, ആ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ ടീം ഇന്ന് ബൂട്ട് കെട്ടി അമേരിക്കയുടെ മണ്ണിൽ കളിക്കുന്നത്. ഇപ്പോൾ കളി നടക്കുകയാണ്. ന്യൂസിലൻഡിനെയാണ് അവർ നേരിടുന്നത്. വാശിയേറിയ മത്സരമാണ്. നമ്മൾ ക്രിക്കറ്റിലേക്ക് കണ്ടിട്ടുണ്ട് ചിരവൈരികളെന്നൊക്കെ പറയും. ഇന്ത്യയും പാകിസ്ഥാനും, അല്ലെങ്കിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും, അല്ലെങ്കിൽ ആഷസിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ, ഇങ്ങനെയൊക്കെ ഉള്ള പോരാട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്കയും ഇറാനുമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ചിരവൈരികളല്ല. പക്ഷേ ഇന്നത്തെ മത്സരത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം കൂടി ചേർന്ന് കിടപ്പുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കൊപ്പം എൽദോ ചേരുന്നുണ്ട്. എൽദോ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് അമേരിക്ക ഇറാൻ യുദ്ധം, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. ആ ടീമാണ് ഇന്നിപ്പോൾ US കളിക്കുന്നത്. എങ്ങനെയാണ് ആ മത്സരത്തെ കാണുന്നത്? വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സ്റ്റേഡിയത്തിൽ ആ ഗാനം മുഴങ്ങിയപ്പോൾ, ദേശീയ ഗാനം മുഴങ്ങിയപ്പോൾ ഇറാൻ്റെ കാണികൾ, ഇറാൻ്റെ ആരാധകർ, ഒപ്പം ഇറാൻ താരങ്ങൾ നെഞ്ചിൽ കൈചേർത്ത് ആത്മാഭിമാനത്തോടെ നിൽക്കുകയാണ്. അമേരിക്കൻ മണ്ണിൽ യുദ്ധ സാഹചര്യത്തിന് തൽക്കാലത്തേക്ക് വിരാമമായെങ്കിൽ പോലും അതിനുശേഷം ഇതാ ആ മണ്ണിൽ നിന്നുകൊണ്ട് അവർ ഫുട്ബോൾ മത്സരത്തിനായി ഇറങ്ങുന്നു. അമേരിക്കൻ മണ്ണിൽ ഇറാൻ്റെ ദേശീയഗാനം മുഴങ്ങുകയാണ്. അതായത് ഒരിക്കലും അമേരിക്കൻ ഗർവിന്, അഹങ്കാരത്തിനോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത വിധമാണ് ഇറാൻ്റെ ദേശീയഗാനം ആ വേദിയിൽ മുഴങ്ങിയത്. ലോസ് ഏഞ്ചലസിലാണ്, അവിടെ ഇംഗിൾവുഡിൽ, അവിടെ ലോസ് ഏഞ്ചലസിലെ ആ സ്റ്റേഡിയത്തിൽ ഇറാന്റെ ഗാനം മുഴങ്ങിയപ്പോൾ കുറെ കാണികൾ കൂവി, കുറെ കാണികൾ ബഹളം വെച്ചു. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അപ്പോഴും ഇറാന് വേണ്ടി പിന്തുണയുമായി ഒരുപാട് പേർ ആ സ്റ്റേഡിയത്തിലുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, ന്യൂസിലൻഡ് ലീഡെടുത്തു പെട്ടെന്ന്. പക്ഷേ ഇതാ ഇറാൻ തിരിച്ചടിച്ചു. 1-1 സമനിലയിൽ ആവേശകരമായിട്ട് ആ മത്സരം പുരോഗമിക്കുകയാണ്.